വയനാട്ടിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയ നടപടിയിൽ പ്രതിഷേധിച്ച് തോൽപ്പെട്ടി കുറുവാദ്വീപ് ടൂറിസം കേന്ദ്രങ്ങളെ ആശ്രയിച്ചു കഴിയുന്നവർ കാട്ടിക്കുളത്ത് പിച്ചയെടുത്ത് പട്ടിണിക്കഞ്ഞി വെച്ച് പ്രതിഷേധിച്ചു. ടൂറിസം കേന്ദ്രങ്ങൾ ഉടൻ തുറക്കാൻ നടപടിയില്ലെങ്കിൽ കലക്ടറേറ്റിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും സംയുക്ത സമരസമിതി. ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ജില്ലയിൽ എത്തുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയത് ഈ കേന്ദ്രങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന നൂറുകണക്കിന് കുടുംബങ്ങളെ ഗുരുതരമായി ബാധിച്ചിട്ടും അധികാര കേന്ദ്രങ്ങൾ തുറക്കാൻ നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് തോൽപ്പെട്ടി കുറുവാദ്വീപ് ടൂറിസം കേന്ദ്രങ്ങളെ ആശ്രയിച്ചു കഴിയുന്നവർ കാട്ടിക്കുളത്ത് പിച്ചയെടുത്ത് പട്ടിണിക്കഞ്ഞി വെച്ച് പ്രതിഷേധിച്ചത്. കർണാടകയിലെ നാഗർഹോളയിൽ നൂറുകണക്കിന് സഞ്ചാരികൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ സന്ദർശനം നടത്തുമ്പോൾ കടുത്ത നിയന്ത്രണങ്ങളോടെ ജില്ലയിൽ പ്രവർത്തിച്ചിരുന്ന കേന്ദ്രങ്ങൾ പൂർണ്ണമായും അടച്ചത് ലോണെടുത്തും സ്വകാര്യ വ്യക്തികളിൽ നിന്നും പലിശയ്ക്ക് പണം കണ്ടെത്തിയും വാഹനമെടുത്ത ടാക്സി തൊഴിലാളികളെയും ഹോട്ടൽ നടത്തുന്ന കുടുംബശ്രീ പ്രവർത്തകരെയും തിരിച്ചടവിന് പണം കണ്ടെത്താൻ കഴിയാതെ ദുരിതത്തിലേക്ക് തള്ളിവിട്ട അധികൃതർക്കെതിരെ കളക്ടറേറ്റിന് മുമ്പിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും സംയുക്ത സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. പ്പെട്ടുകൊണ്ട് തിരുനെല്ലി പഞ്ചായത്തിലുള്ള കുറഞ്ഞ ആളുകളാണ് ഇന്നൊരു പട്ടിണി സമരം ഇവിടെ ആരംഭിച്ചത്. ഈ സമരം കണ്ടിട്ട് അധികാരികൾ കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ ഭരണാധികാരികൾ ഇത് കണ്ണ് തുറക്കണമെന്നാണ് അഭിപ്രായം. ഇത് തുറന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ സമരം കലക്ടറാണ് ഇതിന് ഉത്തരവിട്ടത്. ഇത് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടത് കലക്ടറാണ്. അദ്ദേഹം തന്നെയാണ് ഇത് തുറന്നു തരേണ്ടത്. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ സമരം കലക്ടറേറ്റിലേക്ക് തുടർന്ന് നടത്താൻ തന്നെയാണ് തീരുമാനം. സമരം വ്യാപാരി വ്യവസായ ഏകോപന സമിതി മാനന്തവാടി യൂണിറ്റ് പ്രസിഡന്റ് കെ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, മാനന്തവാടി.